എക്സ്പെൻസുകളും മുഴുവൻ എക്സ്പെൻസും എടുത്ത് നമ്മുടെ കയ്യിൽ തരാൻ പറയും. എല്ലാ എക്സ്പെൻസും നമുക്ക് വേണം. ഇതൊക്കെ ഇവരോട് സംസാരിക്കേണ്ട ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസം. തിങ്കളാഴ്ച നീ വരണം, ചൊവ്വാഴ്ച വരണ്ട. ചൊവ്വാഴ്ച പക്ഷെ നീ വരണം കേട്ടോ. അപ്പം അവരെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുക, ഇത് നിങ്ങൾ മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ഡേ 3-ൽ കംപ്ലീറ്റ് റീനെഗോസിയേഷൻ. അത് സാലറി പാർട്ട്, റെന്റൽ ആൻഡ് ബുദ്ധിമുട്ട്. ഇത് ചെയ്യണ്ടേ? എന്ത് തോന്നുന്നു? ബാക്കി തരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതാണ്ട് ചെക്ക്. പക്ഷെ ഈ 3 മാസത്തേക്ക് താണ്ട് ഇതേ തരാൻ പറ്റും. ഇറ്റ് ഈസ് സ്മാർട്ട് ലീഡർഷിപ്പ്. അടുത്ത 72 hours, അടുത്ത 3 ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കുക. ഓക്കെ, അതാണ് 72 hour കോസ്റ്റ് കട്ടിങ്. 72 hour കോസ്റ്റ് കട്ടിങ്. ഓക്കെ, 72 hour 72 മണിക്കൂർ ചലഞ്ചാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് നമ്മൾ 3 ആക്കുന്നു. 72 ആദ്യത്തത് 24 മണിക്കൂർ, അതായത് ഡേ 1. 2 48 hours, ഡേ 2. 3 72 hours, ഡേ 3. നമ്മളിവിടെ ചെയ്യുന്നത്, ഇന്ന് ഡേ 1-ൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുക, നമ്മളുടെ മുഴുവൻ എക്സ്പെൻസുകളും എടുത്ത് നമ്മുടെ കയ്യിൽ തരാൻ പറയും. എല്ലാ എക്സ്പെൻസും നമുക്ക് വേണം. സോ ലിസ്റ്റ് ഓൾ യുവർ എക്സ്പെൻസസ്. ലിസ്റ്റ് ഓൾ എക്സ്പെൻസസ്. എന്നിട്ട് ഇതിനെ നമ്മൾ 3 കാറ്റഗറി ആക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യം എല്ലാ എക്സ്പെൻസിന്റെ ലിസ്റ്റ് എടുക്കുന്നു, ഇതിനെ 3 കാറ്റഗറി ആക്കുന്നു. 1 ക്രിട്ടിക്കൽ. ഇതില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇല്ല. 2 ഇമ്പോർട്ടൻറ്റ്. ഇത് ആവശ്യമാണ്, പക്ഷെ മറ്റേത് ക്രിട്ടിക്കലാണ്, ഇത് അത്ര ക്രിട്ടിക്കൽ അല്ല, ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ, ഇത് ഇപ്പോൾ ഒരു അഡ്മിൻ, അല്ലെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ഒരു അസിസ്റ്റന്റ് അക്കൗണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈനർ, ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് റവന്യൂ ആയി കണക്റ്റഡ് അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. 3-മത്തതാണ് യൂസ്ലെസ്. 3 നമ്മുടെ എക്സ്പെൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. 1 ക്രിട്ടിക്കൽ, 2 ഇമ്പോർട്ടൻറ്റ്, 3 യൂസ്ലെസ്. ഇതാണ് ഡേ 1-ൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു ഫുൾ ഡേ എടുത്ത് നിങ്ങൾ ചെയ്തു, ആ റൂള് തെറ്റിക്കരുത്. ഈ ദിവസം വേറെ അടുത്തതിലോട്ട് പോകരുത്. 1 ക്രിട്ടിക്കൽ, ഇമ്പോർട്ടൻറ്റ്, യൂസ്ലെസ്, 3 സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡേ 2-ൽ നമ്മൾ ഈ എക്സ്പെൻസ് കട്ട് ചെയ്യുന്ന ദിവസമാണ്. ഏത്? ഡേ 2 ഈസ് ഫോർ ദാറ്റ് ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഡേ 2. ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ലെസ്. ഇവിടെ ചെയ്യേണ്ട കാര്യം, യൂസ്ലെസ് ആയിട്ടുള്ള ആ എക്സ്പെൻസ് മുഴുവൻ 100% കട്ട് ചെയ്യണം. യൂസ്ലെസ് എക്സ്പെൻസുകൾ മുഴുവൻ, അത് ചിലപ്പോൾ സ്റ്റാഫ് ആയിരിക്കും, അത് ചിലപ്പം നമ്മളുടെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും, അത് ചിലപ്പോൾ നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഓഫീസായിരിക്കും, നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനമായിരിക്കും. 100% ഒഴിവാക്കുക, കട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ കണ്ടതിനെ 50% ആയിട്ട് കുറയ്ക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിനെ 50% ആയിട്ട് കുറയ്ക്കുക. ആരിഫ് ഇപ്പൊ അതാ ചെയ്തേ. ഇമ്പോർട്ടൻ്റ് ആണോ? ആണ്. പക്ഷെ അത് 50% കുറച്ചപ്പോൾ ആ ബാക്കി 50 കൊണ്ട് അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ യൂസ്ലെസ് 100% കട്ട് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് 50% കട്ട് ചെയ്തു. ഇപ്പൊ ഡേ 2. ഡേ 3-ലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റീനെഗോഷിയേറ്റ് ചെയ്യുകയാണ്. ചെയ്യുന്നു. അതെന്താണ്? ക്രിട്ടിക്കൽ കാര്യങ്ങളിൽ റീനെഗോഷിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഡേ 3. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മുടെ 3 കാറ്റഗറിയിലാണ് വരുന്നത്. 1 നമ്മുടെ സാലറി, അത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് നമ്മുടെ സ്റ്റാഫിനെ മാറ്റുന്നു. A, B ആൻഡ് C.
സിയോട് തൽക്കാലത്തേക്ക് ലോങ് ലീവ് എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുന്നു, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ചു വിടുന്നു. ബി എന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു 50% ആയിട്ട് അവരുടെ സാലറി കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. തിങ്കളാഴ്ച നീ വരണം, ചൊവ്വാഴ്ച വരണ്ട, ചൊവ്വാഴ്ച പക്ഷെ നീ വരണം കേട്ടോ. അപ്പം അവരെ സംബന്ധിച്ച് 15 ദിവസമായിരിക്കും, 30 ദിവസത്തിൽ 15 ദിവസം വർക്കിംഗ്, രണ്ടുപേർക്കും 15 ദിവസം വീതം കിട്ടുന്നുണ്ട്, പകുതി സാലറി. ബി ടീമിന്റെ അടുത്ത്. എ ടീമിന്റെ അടുത്ത് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഫുൾ ഡേ വർക്ക് ഉണ്ട്, കാരണം ഇവരാണ് നമ്മുടെ സ്ട്രോങ് റവന്യൂ ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ കീ ഓപ്പറേറ്റേഴ്സ് ഇവരാണ്. ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ ഇവർ വേണം, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവർ വേണം. ഇവരെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. 60 to 70% ബേസ് സാലറി കൊടുക്കുന്നു, ബാക്കി അഗൻസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ അഗൻസ്റ്റ് പെർഫോമൻസ് ആക്കുന്നു. ഇതൊക്കെ ഇവരോട് സംസാരിക്കേണ്ട ദിവസമാണ് ഈ 3ാമത്തെ ദിവസം. അതാണ് 1ാമത്തെ പാർട്ട്. എവിടെയാണ്? സാലറി. അവിടെയാണ് റീനെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ചിലർക്ക് ലോങ് ലീവ് കൊടുക്കുന്നു, ചിലർക്ക് ഇപ്പം വെക്കേഷൻ കൊടുത്ത് പറഞ്ഞു വിടുന്നു. വോട്ടെവർ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം. അത് സി. ബിയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യുക 50-50, 15 ദിവസം നിനക്ക്, 15 ദിവസം നിനക്ക്. എ ടീമിന്റെ അടുത്ത് കൂടുതൽ, കാരണം അവരെ നമ്മുടെ കൂടെ നിർത്തണം, അവരും കൂടെ ചേർന്നാണ് ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യുന്നത് എന്ന് എ ടീമിന് തോന്നണം. സോ 2ാമത്തതാണ് നമ്മളുടെ റെന്റൽസ്. ഓഫീസ് നമുക്ക് നിലനിർത്തിയേ പറ്റൂ, ഷോറൂം. ക്രൈസിസ് വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, പക്ഷെ യു ക്യാൻ റീനെഗോഷിയേറ്റ്. ക്രൈസിസ് സമയത്ത് റീനെഗോഷിയേറ്റ് ചെയ്യുന്നത് വീക്ക്നെസ് അല്ല, അതൊരു പോരായ്മയല്ല, അതിന്റെ പേരാണ് ലീഡർഷിപ്പ്. കാരണം അവരോട് പറയേണ്ടത്, ഞങ്ങളെ പോലുള്ള ബിസിനസ്സുകാർ നിലനിൽക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ആവശ്യമാണ്. സോ യു ഹാവ് ടു സപ്പോർട്ട്. ഇനി അവൻ റെന്റ് കുറയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ ഓക്കെ, റെന്റ് നിങ്ങൾ കുറയ്ക്കണ്ട, അത് ഞാനൊരു 3 മാസം അല്ലെ 6 മാസം കഴിയുമ്പോഴത്തെ റെന്റിന്റെ ഒപ്പം ഞാൻ കൂടുതൽ തരാം. പക്ഷെ ഇപ്പോ ഈ മാസം എനിക്ക് പകുതിയെ തരാൻ പറ്റൂ, ബാക്കി തരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതാണ്ട് ചെക്ക്. പക്ഷെ ഈ 3 മാസത്തേക്ക് താണ്ട് ഇതേ തരാൻ പറ്റത്തു. ഇറ്റ് ഈസ് സ്മാർട്ട് ലീഡർഷിപ്പ്. സോ 1 സാലറിയിൽ, 2 റെന്റിൽ, 3 നമ്മളുടെ വെൻഡേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. വെൻഡേഴ്സിനോടും സപ്ലയേഴ്സിനോടും റീനെഗോഷിയേറ്റ്. ഇതാണ് ഡേ 3യിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്രൈസിസ് സമയത്ത് ബിസിനസ് മാനേജ് ചെയ്യേണ്ടത് കാര്യങ്ങൾ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സമയത്തെ പോലെ അല്ല. സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ്. യു ഹാവ് ടു ചേഞ്ച് യുവർ ടാറ്റിക്സ്, യു ഹാവ് ടു ചേഞ്ച് യുവർ സ്ട്രാറ്റജീസ്. മാറ്റി കളിക്കണം. ഫെബ്രുവരി 28 മുന്നേ ചെയ്ത ഒരു കാര്യവും മാർച്ച് മാസത്തിൽ ചെയ്യരുത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ക്രിട്ടിക്കലാണ്. ഇത് നിങ്ങൾ മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇത് ചെയ്യണ്ടേ? എന്ത് തോന്നുന്നു? ഇന്ന് പോയി നടപ്പാക്കി. ഡേ 1 ലിസ്റ്റ് ഡൗൺ ഓൾ യുവർ എക്സ്പെൻസസ്. അതിനെ 3 കാറ്റഗറി ആക്കുന്നു. 1 ക്രിട്ടിക്കൽ, ഇമ്പോർട്ടൻറ്റ്, യൂസ്ലെസ്. ക്രിട്ടിക്കൽ യൂസ്ലെസ്സിനെ 100% ഡേ 2ൽ ഒഴിവാക്കുന്നു. ഇമ്പോർട്ടൻറ്റിനെ 50% ആയിട്ട് കട്ട് ചെയ്യുന്നു. ഡേ 3ൽ കംപ്ലീറ്റ് റീനെഗോസിയേഷൻ. അത് സാലറി പാർട്ട്, റെന്റൽ ആൻഡ് അവർ വെൻഡേഴ്സ് ആൻഡ് സപ്ലൈസ്, ഇൻക്ലൂഡിംഗ് ബാങ്ക്. ബാങ്കിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം. ലോൺ എടുക്കാനല്ല, ഇപ്പൊ ഉള്ളത് എങ്ങനെങ്കിലും ചവിട്ടിത്തരാൻ. മറ്റൊരാൾ ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം നമ്മളും അത് തന്നെ ചെയ്യണമെന്നല്ല. കാരണം കർട്ടന്റെ പിന്നിൽ ആ ചരട് വലിച്ചിരിക്കുന്നത് ആരാണെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ രീതികൾ, നമ്മളുടെ ക്യാഷ് ഫ്ലോ, നമ്മളുടെ ക്യാഷ് പൊസിഷൻ ബേസ് ചെയ്തിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. മറ്റൊരാള് മാർജിൻ എടുക്കുന്നില്ല എന്നതിന്റെ അർത്ഥം നമ്മളും അങ്ങനെ പ്രോഫിറ്റ് ഇല്ലാതെ ആ ബിസിനസ് ചെയ്യണം എന്നല്ല. നമ്മളുടെ മാർജിൻ എത്രയെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ആ മാർജിൻ നമുക്ക് കസ്റ്റമർ സന്തോഷത്തോടു കൂടി തരാനുള്ള വാല്യൂ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും, ആഡ് ഓൺസ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. അതായിരിക്കണം നമ്മുടെ പ്രൈസ്.